അങ്ങനെ എന്തായാലും ഇന്നാണ് ഞങ്ങൾ കാത്തിരുന്ന കോളേജിലെ ട്രിപ്പ്. ഞാൻ എന്തായാലും ബാഗൊക്കെ പാക്ക് ചെയ്ത് രാവിലെ തന്നെ പോകാൻ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ എന്തായാലും റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ എത്തി നോക്കുമ്പോൾ ഞങ്ങൾ 4ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് പോകേണ്ടത്. പക്ഷേ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം ചെറുതായിട്ടൊന്ന് മാറിപ്പോയിട്ടുണ്ട്. അവസാനം എന്തായാലും പ്ലാറ്റ്ഫോം കണ്ടുപിടിച്ചു. അതിലിറങ്ങാൻ സ്റ്റെപ്പ് കണ്ടു. പക്ഷേ നമുക്ക് എക്സ്കലേറ്റർ തന്നെ മതി. ഞാൻ നോക്കും ഈ പുള്ളിക്കാരനൊക്കെ പണിയെടുക്കുന്ന തിരക്കിലാണ്. സംഭവം തന്നെ ഞങ്ങൾ നേരത്തെയാണ് എത്തിയത്. അതുകൊണ്ട് ട്രെയിനൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് അതിലൂടെ കുറേ നേരം തിരിഞ്ഞു കളിക്കാനാണ് ഞങ്ങളുടെ മെയിൻ ഹോബി എന്ന് പറയുന്നത്. പിന്നെ ജാസിദാറെ പറ്റി പറയുകയാണെങ്കിൽ ആൾ ഫുൾ ഗെറ്റപ്പിലാണ് വന്നത്. പിന്നെ അജ്മൽ സാറാണ് പണ്ട് മുതൽ ആറ്റിറ്റ്യൂഡ് വിട്ട് ഒരു കളിയുമില്ല. അങ്ങനെ എന്തായാലും ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ ട്രെയിൻ എത്താനായിട്ടുണ്ട്. പക്ഷേ എൻ്റെ സംശയം എന്താണെന്നാൽ കുറച്ച് നേരമായി ട്രെയിൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, എന്നിട്ട് ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. നീ സംശയം വെച്ചിരുന്ന ഞാൻ പോകാമെന്നും പറഞ്ഞ ട്രെയിൻ ഞങ്ങൾ വിചാരിച്ചാലും കുറച്ചുകൂടി മുന്നോട്ട് പോയാണ് നിർത്തിയത്. പിന്നെ ഒന്നും നോക്കിയില്ല, ഓടുന്ന ട്രെയിനിന് പിന്നാലെ ഞങ്ങൾ ഓടി അവസാനം സീറ്റിലെത്തി. ഈ മുഖത്ത് കാണുന്ന ട്രെയിനും കയറി സീറ്റ് കിട്ടിയതിൻ്റെ സന്തോഷമാണെന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ ഷൈസാർ ട്രെയിനിൽ എല്ലാവരും കയറിയിട്ടുണ്ടോ നോക്കുന്ന തിരക്കിലാണ്. അങ്ങനെ എന്തായാലും ട്രെയിനൊക്കെ വന്ന് സീറ്റൊക്കെ കിട്ടിയതിന് ശേഷം എല്ലാവരും അവരുടേതായ കലാപരിപാടികളിലാണ്. എന്തൊക്കെയായാലും ഒരു യാത്രയ്ക്ക് വേണ്ടതും അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതുപോലെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖങ്ങളൊക്കെ തന്നെയാണ്. അങ്ങനെ എന്തായാലും ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പറയുകയാണ് ഈ പുള്ളിക്കാരനൊക്കെ ഹൈ ലെവൽ കോസ്റ്റ്യൂം സെൻസ് ആണ്. പിന്നെ ഇവർ കുറച്ച് ഈ പേരൊക്കെ വെച്ച് ഈ കളി തുടങ്ങിയിട്ടുണ്ട്. ഇതെപ്പം തീരുന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. പിന്നെ ഞങ്ങൾ കുപ്പിന്ന് വെള്ളമെടുക്ക ഒരു സാധനം കൊണ്ടുവന്നു. അതാണ് വർക്കും ചെയ്യുന്നില്ല. എന്തായാലും അവസ്ഥ. അങ്ങനെ എന്തായാലും ഉച്ചക്കുള്ള ഫുഡ് അടിയും കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു റെയിൽവേൻ്റെ ഒരു പ്രത്യേകതരം പൈപ്പ്. ഇത് മേലോട്ട് വലിച്ചാലേ വെള്ളം വരും. ഏതായാലും സംഭവം തന്നെ ഞങ്ങളെല്ലാവരും ട്രെയിനിൽ കയറിയ ശേഷം പാട്ടും ഡാൻസും അങ്ങനെ ഓരോ പരിപാടികളിലാണ്. ഇവിടെയാണ് ഒരു പുള്ളിക്കാരി എല്ലാ കാര്യങ്ങളും ക്യാമറയിൽ പകർത്തിയെടുക്കുന്ന തിരക്കിലാണ്. അങ്ങനെ ഏകദേശം ഒരു ഉച്ചരക്കായപ്പോൾ വീണ്ടും വിശക്കാൻ തുടങ്ങി. അങ്ങനെ എന്തായാലും ഞങ്ങൾ വീണ്ടും ഫുഡ് എടുത്ത് കഴിക്കുന്ന തിരക്കിലാണ്. എന്നാൽ ഈ പുള്ളിക്കാരി ഏതോ സ്വപ്നലോകത്താണ്. സംഭവം തന്നെ ഏകദേശം വൈകുന്നേരം ഒക്കെ ആവാനായിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്ഥലത്തെ പ്രധാന പുള്ളിക്കാരന്മാരൊന്നും ഒരു പണിയില്ലാത്തതുകൊണ്ട് വെറുതെ ഇരിക്കുന്ന തിരക്കിലാണ്. അങ്ങനെ എന്തായാലും പാട്ടുപാടി ഇരുന്ന് കഴിച്ച സമയം എന്തായാലും സന്ധ്യയായിട്ടുണ്ട്. അങ്ങനെ എന്തായാലും വീണ്ടും വിശന്നാൽ എന്താ ചെയ്യുക, വല്ലതും തിന്നണം. സത്യം പറഞ്ഞാൽ ട്രെയിനിൽ കയറിയ ശേഷം വേറെ ഒന്നും നന്നായി നടക്കുന്നില്ലെങ്കിലും തീറ്റ നന്നായി നടക്കുന്നുണ്ട്. അങ്ങനെ എന്തായാലും സമയം രാത്രി, ഇനി നന്നായിട്ടൊന്ന് ഉറങ്ങണം. പിന്നെന്തായാലും ഞങ്ങൾ കിടക്കാൻ വേണ്ടി ഓരോന്നൊക്കെ റെഡിയാക്കുന്ന തിരക്കിലായിരുന്നു. അങ്ങനെ എന്തായാലും കിടക്കാനുള്ള സ്ഥലമൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ഒരു പുള്ളിക്കാരനാണ് വന്നപ്പോൾ തൊട്ടേ ഉറക്കത്തിലാണ്, എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ എന്തായാലും ഞങ്ങൾ വിജയകരമായി തന്നെ ട്രിപ്പിന്റെ ആദ്യത്തെ ദിവസം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ.